ഹലോ, ഞാനിന്നേ കുറച്ച് പൂക്കളുമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്കിന്ന് 2 ബൊക്കെയാണ് ചെയ്യേണ്ടത്. കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും സ്വീകരിക്കുന്ന നേരത്ത് കൊടുക്കുന്ന ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ കളറിനാണ് പൂക്കളൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഇലകൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ. പൂക്കടയിൽ പോയി കണ്ട് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഈ ഇലയാകുമ്പോൾ പെട്ടെന്ന് വാടിയൊന്നും പോകത്തില്ല, കുറച്ച് ദിവസം അത് ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഈ കുറച്ച് ഇലകൾ മേടിച്ച് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലകൾ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പം എന്താ പറയുക, ഇങ്ങനെ വിരിഞ്ഞ് വരത്തില്ല. അത് കാരണമാണ് ഞാൻ നടുക്കൊരു സ്റ്റിക്ക് പോലെ കൊടുത്ത് അവിടെ ഒന്ന് ബലപ്പെടുത്തി വെച്ചത്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഫില്ലേഴ്സ്, എന്താ പറയുക, ഈ മഞ്ഞ കളറിലുള്ള ഫില്ലേഴ്സും കൂടെ ഒന്ന് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതുപോലെ പല പരിപാടികളായിട്ട് വരുന്നുണ്ട്. അതായത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കുക്കിങ്, പിന്നെ ഇതുപോലത്തെ അലുകുലത്തെ പരിപാടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചതാണോ എങ്ങനെയാണെന്ന്. സത്യം പറയാമല്ലോ, ഞാനൊന്നും തന്നെ പഠിച്ചതല്ല. എല്ലാം എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടികളാണ് കേട്ടോ. അതായത് നമ്മൾ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും. പലർക്കും ഉണ്ട് ഇതുപോലെ. പിന്നെ ഒത്തിരി പേർക്ക് സ്വന്തമായിട്ട് ഐഡിയകളുണ്ടായി അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അല്ലാതെ കണ്ടിട്ട് അതനുസരിച്ച് അതുപോലെ ചെയ്യുന്നവരുണ്ട്. ഞാനും ഈ 2 രീതിയിലും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ചിലത് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചേക്കും. പിന്നീട് നമുക്കൊരു അവസരം ഉണ്ടാകുമ്പോൾ അതുപോലെ ചെയ്യും. ചിലത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം തോന്നും, അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യും. എന്തായാലും ഇതിപ്പോൾ എൻ്റെ ഒരു സ്വന്തം ഐഡിയയിൽ ചെയ്യുന്നതാണ്. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബൊക്കെ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു 5-6 എണ്ണമൊക്കെ. അതൊക്കെ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രിസാന്തമം പൂവാണ് എടുത്തേക്കുന്നത്. ഇത് കസ്റ്റമർ പറഞ്ഞ കളറാണ്. ഒരു ഡാർക്ക് പിങ്ക് പോലത്തെയോ അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ ആദ്യം നല്ല പൊക്കം കൂടിയത് ഒരു ലെയർ അടുക്കി കൊടുത്തു. അടുത്ത് അതിനെക്കാട്ടിയും പൊക്കം കുറഞ്ഞത്, വീണ്ടും തീരെ ചെറുത്, അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ബൊക്കെ ഫില്ലാവുന്ന രീതിയിൽ ഞാൻ ഈ ക്രിസാന്തമം ഒന്ന് അടുക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ക്രിസാന്തമത്തിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഗ്യാപ്പെല്ലാം നമ്മുടെ ഫില്ലേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇതിത്ര വെച്ച് കൊടുത്തപ്പം നമ്മുടെ ബൊക്കെ ഡാർക്ക് പച്ചയും അതുപോലെ തന്നെ ഡാർക്ക് പിങ്കും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബ്രൈറ്റ് കളർ വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ ജിപ്സം പൂവും കൂടെ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വൈറ്റ് കളർ ഇതിനിടയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഗ്യാപ്പ് എല്ലാം ഫില്ലാവുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, എനിക്ക് ആരോ ഈ ജിപ്സം പൂവിൽ കൈവശം തന്നിട്ടുണ്ട് കേട്ടോ. ഏതൊരു വർക്ക് ചെയ്താലും എനിക്ക് ഇതും കൂടെ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്താലേ എനിക്കൊരു തൃപ്തി കിട്ടത്തുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഈ ജിപ്സം പൂക്കളും കൂടെ അവിടെ ആയിട്ടൊന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ പൂക്കളെല്ലാം ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉള്ളൻ ത്രെഡാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് 2-3 ചുറ്റി നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാവേ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫാൻസി കവർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്യല്. നമ്മുടെ ഈ ബൊക്കയുടെ ബാക്ക് സൈഡ് മൊത്തം കവറായി വരണം. എന്നാൽ ഫ്രണ്ടിലൊരു ശകലം, അങ്ങനെ ഒരു ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാവേ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ മെത്തേഡൊക്കെ ഇങ്ങനെയാണോ എന്ന്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രൊഫഷണലി പഠിച്ച് ചെയ്യുന്നവർ കാണുവാണെങ്കിൽ എന്നെ തെറി പറഞ്ഞേക്കല്ലേ കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ, എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. ഈ കവറിൻ്റെ ഈ ഭാഗവും കൂടെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ കൈപിടി വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, അവിടുത്തെ എല്ലാ സ്റ്റെമ്മും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെച്ചിട്ട് നമുക്ക് ബാലൻസ്, ഞാൻ കട്ട് ചെയ്തെടുത്ത ആ ബാലൻസ് കവറുണ്ടല്ലോ, അതും കൂടെ അവിടെ കെട്ടിക്കൊടുക്കേണ്ട സെല്ലോ ടേപ്പ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. എക്സസ് ആയിട്ട് നിൽക്കുന്ന കവറ് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ ഒരു സൂത്രം ഉണ്ടല്ലോ, നമ്മൾ ഗിഫ്റ്റിലെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ഈ ഒരു കിടിപിടി, ഇതും കൂടെ നമ്മുടെ ആ കൈയുടെ, അതായത് നമ്മുടെ ഹാൻഡിലിൻ്റെ അവിടെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തവർ, എന്താണ് ഇഷ്ടപ്പെടാത്ത, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞതുപോലെ 2 ബൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.